വലിയൊരിടവേളയ്ക്ക് ശേഷം പ്രിയ എഴുത്തുകാരൻ കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മനോഹരമായ കഥ. സുന്ദരമായൊരു സ്വപ്നത്തിൽ നിന്നും കിഷോർ ഉണർന്ന് കഥയിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് കണ്ണു തുറന്ന് 2 നിമിഷം കൂടി അവൻ കിടന്നു. എന്തായിരുന്നു ആ സ്വപ്നം എന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കറുപ്പ് കരയുള്ള സെറ്റ് സാരിയും കറുത്ത ബ്ലൗസും, വിടർത്തിയിട്ട ചുരുൾമുടിയിൽ നിന്ന് സാരിയിലേക്ക് ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ, തിരിഞ്ഞു നിന്ന് തന്നെ നോക്കി ചിരിക്കുമ്പോൾ ഇടത്തെ കവിളിൽ വിരിയുന്ന നുണക്കുഴി, ഇലച്ചീന്തിലെ ചന്ദനവും കുങ്കുമവും ശ്രദ്ധയോടെ തന്നെ നെറ്റിയിൽ തൊട്ടു തരുമ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഈച്ചു, ഈ ജോലി ശരിയാവും. അതിനുശേഷം വീട്ടിൽ വന്ന് ചോദിച്ചാൽ അമ്മ സമ്മതിക്കും. ഇതേ അമ്പലനടയിൽ വെച്ച് തന്നെ നമ്മൾ വിവാഹിതരാകും. ആ പുഞ്ചിരിക്ക് അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സകല മാനസിക സംഘർഷങ്ങളെയും തുടച്ചു നീക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു. ശ്രീകല, കിച്ചുവിൻ്റെ ശ്രീകുട്ടി, അവളായിരുന്നു സ്വപ്നത്തിൽ. കണ്ണുകളിൽ നനവും ഹൃദയത്തിൽ ഒരു വേദനയും കിഷോറിന് അനുഭവപ്പെട്ടു. കഥയിൽ ആരോ വീണ്ടും തട്ടി. പുറത്തെന്തൊക്കെയോ ബഹളങ്ങൾ. അവൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അമ്മയാണ്. എന്തൊരു ഉറക്കാടായത്? കൗസല്യ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. നിനക്ക് യാതൊരു ബോധവുമില്ലേ? സമയം 8 കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ ചോദിക്കുക കല്യാണ ചെറുക്കൻ എവിടെയെന്ന്. ഇന്ന് തന്റെ വിവാഹമാണെന്ന് ഓർത്തപ്പോൾ അവന് ചിരി വന്നു. മെല്ലിയൊന്ന് തല പുറത്തേക്കിട്ട് നോക്കി. കുടുംബക്കാരൊക്കെ ഹാജരായിട്ടുണ്ട്. ആത്മമിത്രം പ്രജിത്ത് അവർക്കിടയിലൂടെ ഒരു കുല പഴവും പൊക്കി പിടിച്ച് നടക്കുന്നു. അച്ഛനോട് അമ്മേ പുറത്തുണ്ട്, നീ പെട്ടെന്ന് റെഡിയായിട്ട് വാ. 11:30 12 ഇടയിലാ മുഹൂർത്തം, അത് ഓർമ്മയുണ്ടല്ലോ. അതെന്താ അമ്മേ, അത് കഴിഞ്ഞ് കിട്ടിയ കല്യാണം നന്നായിട്ട് അംഗീകരിക്കില്ലേ? ചെറുക്ക, നല്ലൊരു ദിവസമായിട്ട് തർക്കിക്കാൻ നിൽക്കല്ലേ. കൗസല്യ അലമാര തുറന്ന് ടവലെടുത്ത് അവന്റെ ദേഹത്തേക്ക് ഇട്ടു. പിന്നെ പുറത്തിറങ്ങി വാതിൽ ചാരി. കുളിച്ചു കഴിഞ്ഞ് മുടി ചെയ്യിക്കൊണ്ടിരിക്കെ പ്രജിത്ത് അങ്ങോട്ട് വന്നു. ആഹാ, മണവാളി ഇനി ഒരുങ്ങിയില്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ആടാ, ഒന്ന് ചെട്ടിയിടാൻ സഹായിക്കുമോ? പ്രജിത്ത് ഒന്ന് കൈയടിച്ച്. പഴയ ഫോമിലേക്ക് തിരിച്ചു വന്നതിൽ അഭിനന്ദനങ്ങൾ. അല്ലാതെ പറ്റില്ലല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി അഭിനയിക്കുന്നതിലും ഒരു സുഖമുണ്ട്. പക്ഷേ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്നോട് തന്നെ എനിക്ക് പുച്ഛം തോന്നുക. പ്രജിത്ത് ഡോറ് ലോക്ക് ചെയ്ത് അവൻ്റെ അരികിലെത്തി. 2 കൈകളും കിഷോറിന്റെ തോളിൽ വെച്ചു. എടാ, ഇതാണ് ജീവിതം. നമ്മൾ ആഗ്രഹിക്കുന്നെല്ലാം നടക്കണമെന്നില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് എത്ര കാലം ദുഃഖിക്കും. നിന്നെ ഉപദേശിക്കാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല. പക്ഷെ വേണ്ട കിച്ചു, എല്ലാം മറന്നേക്ക്. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. കിഷോർ മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞ് ഷർട്ട് എടുത്തിട്ടു. പിന്നെ അവനെ നോക്കി. ഇന്നലത്തെ സാധനം പോലെ ഇരിപ്പുണ്ടോ? ഞാൻ പച്ച തെറിവിളിക്കൂട്ടോ. താലി കെട്ടാൻ പോകുമ്പോ അതും അമ്പലത്തിൽ വെച്ച് എനിക്ക് വെള്ളം അടിക്കണം അല്ലേ? പ്രജിത്ത് ദേഷ്യപ്പെട്ടു. ആ, എന്നാൽ രാത്രിയിലേക്ക് സെറ്റാക്ക്. നീ മിണ്ടാ വന്നേടാ, എനിക്ക് വിശക്കുന്ന വല്ലതും കഴിക്കാം. എല്ലാവരോടും കുശലം പറഞ്ഞ ഡൈനിങ് റൂമിൽ ചെന്നപ്പോഴേക്കും കൗസല്യ പുട്ടും പഴവും പപ്പടവും ചായയും മേശപ്പുറത്ത് വെച്ചു. കറിയൊന്നുമില്ലേ മാധവശ്രീ? പ്രജിത്ത് ചോദിച്ചു. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യും. പുറകിലെ തോട്ടിൽ ചൂണ്ടയിട്ടിട്ടുണ്ട്. മീൻ കൊത്തിയാ പിടിച്ച് കറി ഉണ്ടാക്കി തരാം. നല്ല ചൂടിലാണല്ലോ കൗസു. അവൻ അവരുടെ മൂക്കിൽ പിടിച്ച് വലിച്ചു. നീ എന്തൊക്കെയാ ഇന്നലെ രാത്രി കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ? എന്ത്? പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന പോട്ടെ, അത് എല്ലാ വീട്ടിലും കല്യാണത്തലേന്ന് ഉണ്ടാവാറുണ്ട്. വാടക എടുത്ത മേശപ്പുറത്ത് കയറുന്ന ഡാൻസ് കളിച്ച് അതിന്റെ കാലൊടിച്ചു. കത്തിക്കൊണ്ടിരുന്ന ട്യൂബ് ലൈറ്റ് ഊരിയെടുത്ത് അടിച്ച് പൊട്ടിച്ചു. ഇതൊക്കെ കഴിഞ്ഞാൽ തെങ്ങിച്ചോട്ടിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. എപ്പോഴാണ് എണീറ്റ് പോയത്? ആര്? ഞാനോ? പ്രജിത്ത് വിശ്വാസം വരാത്ത പോലെ ചോദിച്ചു. അല്ല, നിന്റെ അച്ഛൻ കുഞ്ഞിരാമനെ. നല്ല ദിവസമായി പോയി. അത് പറഞ്ഞോ നേനെ. വലം കഴിച്ചിട്ട് പോയ രണ്ടും. കൗസല്യ അവന്റെ തലയിൽ തട്ടുകൊടുത്ത് അടുക്കളയിലേക്ക് നടന്നു. പ്രജിത്ത് കസേരയിൽ നിന്ന് എന്തോ ആലോചിക്കുകയാണ്. എന്താടാ? അല്ലടാ, അങ്ങനെയൊക്കെ നടന്നോ? എനിക്ക് ഓർമ്മയില്ല. ഞാനും ഭാസ്കരനും ഉണ്ണി വെള്ളടിച്ചായിരുന്നേ. അതിനിടയിൽ നീ വന്ന് 2 പെഗ് കഴിച്ചിട്ട് പോയി. പിന്നെ എന്റെ മെമ്മറി കട്ടായി. ഇത് മാത്രമല്ല, അമ്മ കാണാത്ത പലതും നടന്നിരുന്നു. രാഷ്ട്രീയം പറഞ്ഞ് നീയും ഭാസ്കരനും അടിയായി. അങ്ങേരും മുണ്ടൂക്കി കാണിച്ചു എന്ന് പറഞ്ഞ് നീ വലിയ ബഹളായിരുന്നു. അയ്യേ, നമ്മുടെ ഭാസ്കരേട്ടനോ? പാവം. ഇതാ പറയുന്ന മദ്യം വിഷമാണെന്ന്. ഇനി ഞാൻ തൊടില്ല. ഇത് തന്നെയല്ലേ 2 ആഴ്ച മുമ്പ് സന്തോഷിന്റെ അനിയത്തിന്റെ കല്യാണത്തിൽ നീ പറഞ്ഞ്? കിച്ചു, സമയം പോകുന്നു, നീ പെട്ടെന്ന് കഴിച്ചേ. പ്രജിത്ത് വിഷയം മാറ്റാൻ ശ്രമിച്ചു. 10 മണിയോടെ എല്ലാവരും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. താലികെട്ട് അമ്പലത്തിൽ വെച്ചും ഭക്ഷണാതിനകത്തുള്ള ഓഡിറ്റോറിയത്തിലും ആയിരുന്നു. ഞായറാഴ്ച ആയതിനാൽ വേറെയും വിവാഹങ്ങളുണ്ട്. നല്ല ജനക്കൂട്ടം. കിഷോറിന് വല്ലാത്ത അസ്വസ്ഥത തോന്നി. മോനെ, കുടിക്കാൻ വെള്ളം വേണോ? അവന്റെ മുഖം ശ്രദ്ധിച്ച് അച്ഛൻ ബാലൻ ചോദിച്ചു. അവൻ വേണ്ടും തലയാട്ടി. മുഹൂർത്തം ആവാറായി, പെണ്ണിനെ വിളിക്കുക എന്നാരോ പറയുന്ന കേട്ടപ്പോൾ കിഷോറിന്റെ ഹൃദയമിടിപ്പ് കൂടി. ക്ഷേത്രത്തിന് മുമ്പിലുള്ള കതിർമണ്ഡപത്തിലേക്ക് സാവധാനം നടന്നു വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ അവന് ഹൃദയം പൊട്ടുമെന്ന് തോന്നി. അർച്ചന, തന്റെ ഭാര്യയാവാൻ പോകുന്നവൾ. ഒരൊറ്റ തവണയെ നേരിൽ കണ്ടിട്ടുള്ളൂ. ഇന്ന് വരെ മനസ്സോർന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. സിനിമകളിലും സീരിയലുകളിലും മാത്രം കണ്ടിട്ടുള്ളത് ജീവിതത്തിൽ നടക്കുകയാണ്. വലിയ മേക്കപ്പ് ഒന്നുമില്ലായിരുന്നു അർച്ചനയ്ക്ക്. 2 കൈകളിലുമായി 4 വളകളും കഴുത്തിൽ 2 മാലയും, മെറൂൺ കളറുള്ള കല്യാണ സാരി. അവൾ പതിയെ വന്ന മണ്ഡപത്തിൽ കയറി. ആരൊക്കെയോ തന്നെയും പിടിച്ച് അങ്ങോട്ട് കയറ്റുന്ന കിഷോർ അറിഞ്ഞു. ശരീരം വിയർത്തൊലിക്കുന്നു. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് ചിന്തിച്ചു. അർച്ചന തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. അവൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എല്ലാവരും മണ്ഡപത്തിലേക്ക് ഉറ്റു നോക്കുകയാണ്.
ഇതിനു മാത്രം ഇവിടെ എന്താ ഇത്ര കാണാം? വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി താല്പര്യമില്ലാതൊരു വിവാഹം നടക്കുന്നു. നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ എന്ന് വിളിച്ചു ചോദിക്കാൻ തോന്നിയെങ്കിലും അവൻ അടങ്ങി. ബാലനും അർച്ചനയുടെ അച്ഛൻ കൃഷ്ണനും അങ്ങോട്ട് കയറി. പിന്നെ പ്രായം ചെന്ന വേറൊരാളും. അയാൾ ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. താലിമാല കയ്യിൽ കിട്ടിയപ്പോൾ അവൻ ദയനീയമായി അച്ഛനെയും നോക്കി. അയാൾ കെട്ടിയെന്ന് കണ്ണു കാണിച്ചു. 2 സ്ത്രീകൾ അർച്ചനയുടെ പുറകിൽ നിന്ന് അവരുടെ മുടി വകഞ്ഞു മാറ്റി പിടിച്ചു. വിറയാർന്ന കൈകൾ കൊണ്ട് കിഷോർ മാല അവരുടെ കഴുത്തിൽ ചാർത്തി. പരസ്പരം പുഷ്പഹാരമിട്ട് മോതിരവും അണിയിച്ച് കൈ പിടിച്ച് മണ്ഡപത്തെ വലം വയ്ക്കുമ്പോൾ കാല് കുഴയുന്നതായി കിഷോറിന് തോന്നി. ശ്രീകുട്ടിയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണ്. അവിശ്വസനീയം. ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് തൊഴുമ്പോൾ അവന് ദേഷ്യവും സങ്കടവുമെല്ലാം വന്നു. ഇതാണോ ഞാൻ ആഗ്രഹിച്ചത്? ഇതിനാണോ ഞാൻ ഇവിടെ വന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ചത്? എല്ലാം നഷ്ടപ്പെട്ടു. ഇത് അവസാനത്തേതാണ്. ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഞാൻ ഈ നടയിൽ വരില്ല. അവൻ മനസ്സിൽ ശപഥം ചെയ്തു. പിന്നെ ഇടം കണ്ടിട്ട് അർച്ചനയെ നോക്കി. അവൾ ശാന്തമായ മുഖത്തോടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. 25 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി, തൻ്റെ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ് ഗേൾ, അച്ഛൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ മകൾ. ഇത് മാത്രമാണ് അവളെക്കുറിച്ച് അറിയാവുന്നത്. കൂടുതൽ അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. തൊഴുത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. ആരൊക്കെയോ പറയുന്നതനുസരിച്ച് അർച്ചനയെ ചേർത്ത് പിടിച്ചും തോളിൽ കൈയിട്ടുമൊക്കെ പോസ്റ്റ് ചെയ്തു. ഒന്ന് ചിരിക്കടാ, പ്രജിത്ത് ഉറക്കെ പറഞ്ഞപ്പോൾ രൂക്ഷമായ നോട്ടം കൊണ്ട് കിഷോർ അവൻ്റെ വായടപ്പിച്ചു. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴുമെല്ലാം അവൻ്റെ മനസ്സ് സ്ത്രീകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അർച്ചന 8 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ മടിയിലിരുത്തി എന്തൊക്കെയോ പറയുന്നു. ആ കുട്ടി അവളുടെ താലിയിലും നെറുകയിലെ സിന്ദൂരത്തിലുമെല്ലാം തൊട്ടു നോക്കുന്നു. ഇതായിരിക്കും ജനനി, അർച്ചനയുടെ ചേച്ചിയുടെ മകൾ. ആ പെൺകൊച്ചിനൊരു ചേച്ചി ഉണ്ടായിരുന്നു, അനിത. കൃഷ്ണന്റെ ഭാര്യ തമിഴെത്തിയ. ഇവര് തേനിയിലായിരുന്നല്ലോ താമസം. ഭാര്യ മരിച്ചതിൽ പിന്നെ അവൻ ആ പിള്ളേരെ നോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുപോയി. മൂത്ത മോള് കല്യാണം കഴിഞ്ഞ് 2 വർഷം തികയുമ്പേ മരിച്ചു. അവളുടെ കെട്ടിയവനും വീട്ടുകാർക്കും കുഞ്ഞിനെ നോക്കാൻ വയ്യ. പെൺകുട്ടിയല്ലേ, ബാധ്യതയാവുമെന്നൊരു പേടി. ഒടുക്കം കൃഷ്ണൻ 2 കൊണ്ട് ഇങ്ങോട്ട് വന്നതാ. പ്രണയ നൈരാശ്യം കൊണ്ട് മോൻ വഴിതെറ്റിപ്പോകുമെന്ന പേടി കൊണ്ട് ചങ്ങാതിയുടെ മകളെ വിവാഹം കഴിപ്പിക്കുക എന്ന ചടങ്ങാണിപ്പോൾ കഴിഞ്ഞത്. അച്ഛനെ കുറ്റം പറയാനും കഴിയില്ല. തനിക്ക് വേണ്ടി സ്ത്രീകളുടെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ ചെന്നിരുന്നു. പക്ഷേ ജാതിയിൽ കുറച്ച് കീഴയായി പോയി എന്ന കുറ്റത്തിന് ആ പാവത്തിന് അവരുടെ അമ്മയും അമ്മാവന്മാരെ ആട്ടിയിറക്കി. കള്ളിച്ചെത്ത് തൊഴിലാളിയായിരുന്ന കുഞ്ഞാമ്പുവിന്റെ ചെറുമകനെ കൊണ്ട് കെട്ടിക്കുന്നതിലും നല്ലത് അവളെ വിഷം കൊടുത്ത് കൊല്ലുന്നതാണെന്നായിരുന്നു അവരുടെ വാദം. ഒരുത്തന്റെ അനുവാദത്തിന് കാത്തിൽക്കാൻ സ്ത്രീകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ മോനെ, തോളിൽ തട്ടിക്കൊണ്ട് ബാലം വിളിച്ചപ്പോൾ കിഷോർ ചിന്തകളിൽ നുണന്നു. എന്താടാ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ. അയാൾ അവൻ്റെ അടുത്തിരുന്ന് കയ്യിൽ പിടിച്ചു. എനിക്കറിയാം നിന്റെ മനസ്സ്. പക്ഷേ നിനക്ക് മോശമായതൊന്നും അച്ഛൻ ചെയ്യില്ലെന്നൊരു ഓർമ്മ വേണം. എത്ര കാലം എന്ന് വെച്ചാണ് അവളെ ഓർത്ത് നീ സങ്കടപ്പെടുക? നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഞാനും നിന്റെ അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അർച്ചന നല്ല കുട്ടിയാ, ഒരു പാവം. കൃഷ്ണൻ്റെ മോളായതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഷോപ്പിൽ ജോലിക്ക് വരാൻ തുടങ്ങിയ അന്നോട്ടെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. സെയിൽസുകൾ പോലെയുള്ള ജോലിയാണോ വെച്ചാ ഭാര്യ എന്നത്? കിഷോറിന്റെ സ്വരത്തിലെ പരിഹാസംഭാരം തിരിച്ചറിഞ്ഞ് അയാളൊന്നും മിണ്ടിയില്ല. പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് കിഷോറിനും തോന്നി. അവനെ അയാളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞ അച്ഛാ, അച്ഛൻ ക്ഷമിച്ചേക്ക്. നിങ്ങളുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയാ ഞാനിതിനെ സമ്മതിച്ചത്. അല്ലാതെ കൂടെ ഒരു പെണ്ണ് വേണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. മരണം വരെ സ്ത്രീകുട്ടിയുടെ ഓർമ്മകൾ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണം. ആയിക്കോട്ടെ, പക്ഷെ ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. നീ ഞങ്ങൾക്ക് വേണ്ടി ഈ ബന്ധത്തിന് സമ്മതിച്ച പോലെ തന്നെ അവളുടെ അച്ഛന് വേണ്ടി ഒന്നും ആലോചിക്കാതെ സമ്മതിച്ചവൾ അർച്ചന. അവളുടെ ലോകം എന്ന് പറയുന്ന ആ കുഞ്ഞും അച്ഛനും മാത്രമാണ്. അത് വിട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അർഹിക്കുന്ന പരിഗണന നൽകണം. എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും ഒരു നാൾ അച്ഛൻ്റെ തീരുമാനം ശരിയാണെന്ന് നീ മനസ്സിലാക്കുന്നു. അവൻ്റെ കയ്യിലൊന്ന് അമർത്തിയിട്ട് ആൾ എഴുന്നേറ്റ് നടന്നു. പ്രജിത്ത് അവിടേക്ക് വന്നു. എന്തെങ്കിലും വേണോടാ? എനിക്കൊരു സിഗരറ്റ് വലിക്കണം. നല്ലതൊന്നും ചോദിക്കാൻ പാടില്ല. പ്രജിത്ത് കോപത്തോടെ പറഞ്ഞ് തിരിച്ചടക്കാൻ തുടങ്ങി. പ്രജി, അവൻ നിന്നു. ഞാൻ അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്കറിയാലോ. പറ്റുന്നില്ലടാ. മറുപടിയില്ല. പ്രജിത്തിന് സാധാപം തോന്നി. നോക്കട്ടെ, നീ എന്തായാലും ആ പാർക്കിംഗ് ഏരിയയിലേക്ക് വാ. ഉണ്ണിയുടെ കയ്യിലുണ്ടാവും. അവ വാങ്ങി ഞാനവിടെ എത്താം. പ്രജിത്ത് ഓഡിറ്റോറിയത്തിന്റെ മുമ്പിലേക്കും കിഷോർ പാർക്കിങ്ങിലേക്കും നടന്നു. അവിടെ ആൾത്തറയിലിരിക്കുമ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിഗരറ്റ് ലൈറ്ററുമായി പ്രജിത്ത് വന്നു. ഇന്നാ കയറ്റ്, ടെൻഷൻ മാറട്ടെ. പുക വലിച്ചൂതുമ്പോൾ ആൾത്തറയുടെ മറുവശത്ത് നിന്ന് സ്ത്രീകളുടെ സംസാരം കേട്ടു. അത് തന്നെ കുറിച്ചാണെന്ന് മനസ്സിലായപ്പോൾ കിഷോർ കാതോർത്തു. കൂടെ പ്രജിത്തും. ചേച്ചിയുടെ കൊച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം? എനിക്ക് തോന്നി ഇതിന് തന്നെ ആയിരിക്കും എന്നാ. രണ്ടാളുടെയും മുഖം ഒരുപോലെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പല അബദ്ധവും പറ്റി കാണും. അതോടാവും നാട് വിട്ട് ഇങ്ങോട്ട് വന്ന്. എന്തെങ്കിലും ആവട്ടെ, ഞാനൊന്നും പറയുന്നില്ലേ. തടയാൻ ശ്രമിച്ച കിഷോറിനെ തള്ളി മാറ്റി പ്രജിത്ത് അവിടേക്ക് നടന്നു. 3 സ്ത്രീകളോട് നിൽക്കുന്നുണ്ട്. ആഹാ, സരസ്വ ചേച്ചിയായിരുന്നോ?
ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞ്. അത് മോനെ ഞാൻ ഭർത്താവിനെ 2 പിള്ളേരെ ഉപേക്ഷിച്ച് അലുമിനിയം പാത്രം വിൽക്കാൻ വരുന്ന തമിഴൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ സുമ നിങ്ങളുടെ മോളല്ലേ? അപ്പൊ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് യോഗ്യതയുണ്ട്. ആ സ്ത്രീ അപമാനം കൊണ്ട് ചൂളിപ്പോയി. ആദ്യം അവനവന്റെ അടുക്കള വൃത്തിയാക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരുടെ പറമ്പിലേക്ക് നോക്കാൻ. എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ കുറെ മരപ്പാഴുകൾ കെട്ടിയൊരുങ്ങി വന്ന് മൂക്കുമുട്ട തിന്നും പോരാണ്ട് കുറ്റം പറച്ചിലും. അവരെന്തോ പറയാൻ തുടങ്ങിയവേ കിഷോറിനെ കണ്ടു. അതോടെ മറ്റുള്ളവരോട് യാത്ര പറഞ്ഞവർ സ്ഥലം വിട്ടു. പ്രജി ഓട്ര, നീ അടങ്ങ്, അവരെ പറ്റി നിനക്കറിയില്ലേ? കിഷോർ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്തു പോട്ടേന്ന്, ഈ തള്ളിയുടെ സ്ഥിരം പരിപാടി ഇത്. കാരണത്തൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. പ്രജിത്തിന് കലിയടങ്ങിയില്ല. അവര് പറയുന്നത് കേട്ട് ആസ്വദിക്കാൻ വേറെ കുറെ തോൽവികളും. അവന്റെ അടുത്തേക്ക് തങ്ങളാണെന്ന് മനസ്സിലായതോടെ മറ്റു 2 സ്ത്രീകൾ എഴുന്നേറ്റ് റോഡിലേക്ക് നടന്നു. ഇനി നിന്നോട് നീ യാതൊരു താല്പര്യമില്ലാതെ സമ്മതിച്ചാണെന്നറിയാം. പക്ഷെ എനിക്കൊരു കടമയുണ്ടല്ലോ. ഞാൻ അർച്ചനെ കുറിച്ച് അന്വേഷിച്ചടാ. ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല. ജോലിയും വീടായിട്ട് ഒതുങ്ങിക്കഴിയുന്നൊരു പെണ്ണ്. സുഹൃത്തുക്കളെന്ന് പറയാൻ ആരുമില്ല. ഡിഗ്രി 1 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത് നിർത്തി. അപ്പോഴാണ് കേരളത്തിലോട്ട് വന്ന്. പിന്നെ നിങ്ങളുടെ കടയിൽ ജോലി കയറി. അവളുടെ പാസ്റ്റ് എന്തായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല. അറിയാം, ഒന്നേ പറയാനുള്ളൂ, ഇപ്പൊ നീ ഒരു ഭർത്താവാണ്. പഴയ കാര്യങ്ങൾ മനസ്സിലിട്ട് ആ പെണ്ണിനെ കരയിപ്പിക്കരുത്. വലിച്ചു കഴിഞ്ഞാലോ പോവാ. എവിടുന്ന് ഇറങ്ങാനും വീട്ടിൽ കയറാനൊക്കെ മുഹൂർത്തമുണ്ട് പോലും. ആര് പറഞ്ഞു? കേശവേട്ടൻ. അതാരാ? എടാ വെള്ളമുണ്ട് ഷർട്ട് ഇട്ട് മണ്ഡപത്തിൽ നിന്റെ കല്യാണം ഡയറക്റ്റ് ചെയ്ത ആളില്ലേ? അങ്ങേരി തന്നെ. എനിക്ക് പുള്ളിയെ മനസ്സിലായില്ല. എടാ നിന്റെ അമ്മയുടെ ഏതോ ബന്ധുവാ. ഇന്നലെ തൊട്ട് വീട്ടിലുണ്ടായിരുന്നല്ലോ. 4 പേർക്ക് കട്ടക്കടിച്ച് അച്ചാറിനെ എരിപോരാന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എനിക്കറിയാമല്ല കിച്ചു, ഈ സ്ലീപ്പർ സെല്ലെന്ന് കേട്ടില്ലേ? അതുപോലെ ചില കാരണന്മാർ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. നോർമലായി അവരെയൊന്നും കാണാൻ കിട്ടില്ല. പക്ഷെ ഒരു കല്യാണവും മരണമൊക്കെ നടക്കുമ്പോൾ മുമ്പിൽ അവരുണ്ടാവും. കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആചാരമാണത്. എന്തായാലും നവവരൻ്റെ ആശംസകൾ. പ്രജിത്ത് അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കി. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ച്. എന്താടാ ഇത്? തുറന്നു നോക്ക്. ഒരു നേരിയ സ്വർണ്ണമാലയായിരുന്നത്. ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. സ്വർണത്തിനൊക്കെ എന്താ വില? ഇതിൻ്റെ ആവശ്യമുണ്ടടാ പുല്ലേ. കിഷോറിന്റെ കണ്ണ് നിറഞ്ഞു. പിന്നില്ലാതെ 1ാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച് ഇപ്പോഴും കൂടെയുള്ള നിനക്കല്ലാതെ വേറെ ആർക്ക് തരാനാടാ? ഇന്നലെ തരണമെന്ന് വിചാരിച്ച വെള്ളടിച്ച് ഓഫായതിനാൽ മറന്നുപോയി. പ്രജിത്ത് അവന്റെ കയ്യിൽ പിടിച്ച് അമ്പലത്തിനടുത്തേക്ക് നടന്നു. തിരിച്ചു പോകാനുള്ള സമയമായി. അർച്ചന ജന്നിയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടപ്പോൾ കിഷോർ മുഖം തിരിച്ച് കാറിൽ കയറി. അവളെ ആശ്വസിപ്പിച്ച് കൃഷ്ണൻ കാറിലേക്ക് കയറ്റി. വീടെത്തുന്നവരെ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. കിഷോർ അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. 4:30 മണിയോടെ അവർ വീട്ടിലെത്തി. കൗസല്യ നിലവിളക്കുമെടുത്ത് വാതിൽപ്പടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് കിഷോറിന്റെ അർച്ചനയുടെയും കാലിൽ ഒഴിച്ചു. അതിനുശേഷം കൗസല്യ വിളക്ക് അവളുടെ കയ്യിൽ കൊടുത്തു. വലതുകാൽ വെച്ച് കയറിവാ മോളെ. അവർ നിറഞ്ഞ പുൻസിരിയോട് അവളോട് പറഞ്ഞു. നിലവിളക്കുമായി വലതുകാലെടുത്ത് വെച്ച അർച്ചന കൗസ്തുഭം എന്ന വീടിനകത്തേക്ക് പ്രവേശിച്ചു. ഏതോ ലോകത്തിലെത്തിയ പോലെ മെഴിച്ചു നോക്കിയാണ് അർച്ചന. മുകളിലും താഴെയുമായി 4 മുറികളുള്ള മനോഹരമായൊരു വീടാണ് കൗസ്തുഭം. വധൂവരന്മാരെ ഇരുത്തി തലയിൽ അരിയും പുഷ്പവും ഇട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് ഏതോ ഒരു പെണ്ണ് അവളെ മുകളിലെ മുറിയിൽ കൊണ്ടുവിട്ടതാണ്. ഇതായിരിക്കും തന്റെ ബെഡ്റൂം എന്ന് അവൾ ഊഹിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ബെഡിലിരിക്കാൻ തുടങ്ങിയിട്ട് നേരം ഒരുപാടായി. താഴെ നിന്ന് ആളുകളുടെ ബഹളം കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിലർ പരിചയപ്പെടാൻ വന്നു. തളർന്ന മുഖം കണ്ടിട്ടാവണം അവർ പെട്ടെന്ന് തിരിച്ചുപോയി. തലയ്ക്കൊരു മരവിപ്പ് പോലെ അവൾക്ക് തോന്നി. കല്യാണം നിശ്ചയിച്ചതിന് ശേഷം മര്യാദ കുറങ്ങിയിട്ടില്ല. ജനനിയെ പിരിയണമെന്ന് ഓർത്തിട്ടാണ്. ഇത്രയും നാളായി അവളെ നെഞ്ചോട് ചേർത്താണ് ഉറങ്ങിയിരുന്നത്. ഇന്നു മുതൽ അവൾ അടുത്തില്ലെന്ന് ഓർത്തപ്പോൾ അർച്ചനയുടെ ഹൃദയം വിങ്ങി. ആ വേദന കണ്ണുകളിലൂടെ ഒലിച്ചിറങ്ങിയതും കൗസല്യ മുറിയിലേക്ക് കയറി വന്നത് ഒരുമിച്ചായിരുന്നു. അവൾ പെട്ടെന്ന് കണ്ണു തുളച്ചു. പക്ഷേ അവരത് ശ്രദ്ധിച്ചു. എന്തുപറ്റി മോളെ? വാത്സല്യത്തോട് അവർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അർച്ചന എഴുന്നേറ്റെന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കൗസല്യ വാതിലടച്ച് അവിടെ അടുത്ത് വന്ന് കൈപ്പിടിച്ച് കട്ടിലിരുത്തി. അടുത്ത് അവരിരുന്നു. അച്ഛനെ ആ കുഞ്ഞിനെ വിട്ട് വന്നുള്ള സങ്കടമാണെന്ന് എനിക്കറിയാം. സാരമില്ല, പെണ്ണായി ജനിച്ച എല്ലാവരുടെയും വിധി ഇത് തന്നെയാ. ഞാനും അനുഭവിച്ചതാ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ പൊരുത്തപ്പെടും. ഞങ്ങൾ ആരും അന്യരല്ല. ഇത് മോളുടെ വീടാ. അതെപ്പോഴും ഓർമ്മ വേണം. പോയി കുളിച്ച് ഡ്രസ്സ് മാറി. ഈ അലമാരയിൽ മോൾക്കുള്ളതെല്ലാം ഉണ്ട്. എന്നിട്ട് താഴേക്ക് വാ, വല്ലതും കഴിക്കാം. അവളുടെ തലയിൽ അരുമയായും തലോടിയിട്ട് കൗസല്യ പുറത്തേക്ക് പോയി. അർച്ചന എഴുന്നേറ്റ് കബോർഡ് തുറന്നു. സാരികൾ, നൈറ്റ് ഡ്രസ്സുകൾ, ചുരിദാർ തുടങ്ങിയെല്ലാം ഭംഗിയായി അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു കൗതുകത്തിന് അവൾ അടുത്ത കബോർഡ് തുറന്നു നോക്കി. കിഷോറിന്റെ ഡ്രസ്സുകളാണ്. അവന്റെ മുഖം മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് ചിരി വന്നു. സ്വന്തം ഭർത്താവിന്റെ മുഖം ഓർമ്മ വരാത്ത ഭാര്യ. ഇതൊക്കെ ആരെങ്കിലും കേട്ടാൽ കളിയാക്കും. ഇന്നത്തെ കാലത്ത് വിവാഹിച്ചതിന് ശേഷം ആണും പെണ്ണും പരസ്പരം അറിയാൻ ശ്രമിക്കുന്നൊരു പതിവുണ്ട്. ഫോൺ വിളികൾ, ഒന്നിച്ച് പുറത്തു പോവുക, അങ്ങനെയൊക്കെ. പക്ഷെ തന്റെ കാര്യത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു വാക്ക് സംസാരിച്ചിട്ട് പോലുമില്ല. കെട്ടാൻ പോകുന്നയാളുടെ ഫോട്ടോ വീട്ടിലുണ്ടായിട്ടും അതിൽ നോക്കാൻ തോന്നിയിട്ടില്ല. കൈപ്പേറിയ കുറെ ജീവിതാനുഭവങ്ങൾ മരവിപ്പിച്ച മനസ്സുള്ളൊരു പെണ്ണിന് ഇങ്ങനെയൊക്കെ പറ്റൂ.
ടവലും ഒരു ചുരിദാറും അണ്ടർ ഗാർമെന്റ്സും എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് ഡ്രസ്സ് മാറി അവൾ താഴേക്ക് പോയി. അവിടെ ഇരുന്ന് കുശലം പറയുകയായിരുന്ന പ്രജിത്ത് എഴുന്നേറ്റ് വിളിക്കെ ചിരിച്ചു. പരിചയപ്പെടാൻ സമയം കിട്ടിയിട്ടില്ല. എൻ്റെ പേര് പ്രജിത്ത്, കിഷോറിന്റെ ഫ്രണ്ടാ. ഇവിടെ അടുത്ത് തന്നെ വീട്, ഇലക്ട്രീഷ്യനാ, പ്ലംബിംഗും ഉണ്ട്. ഈ തറവാട്ടിലെ ഒരാളെ പോലെ തന്നെയാ. ആ ഒരു ദോഷമേ ഞങ്ങൾക്കുള്ളൂ. ബാലൻ നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു. ബാലേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടികൾക്കായിട്ട് അഹങ്കാരം കൂടുന്നുണ്ട് കേട്ടാ. മോന്റെ കല്യാണം കഴിഞ്ഞോണ്ട് അത് ഇരട്ടിയായി. എന്തെങ്കിലും ആവശ്യം വന്നാൽ മോനെ പ്രജിന്ന് ഒളിപ്പിച്ചോണ്ട് വിളിക്കുമല്ലോ. അവൻ മേശപ്പുറന്ന് ഒരു വലിയ പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തു. ഞങ്ങളെ ബാക്കി പിന്നെ ഇപ്പൊ കുറച്ച് പണിയുണ്ട്. അവൻ മുകളിലേക്ക് കയറിപ്പോയി. പാവാ മോളെ, ഇവിടുത്തെ അംഗത്തെ പോലെ അല്ല ഞങ്ങളുടെ മോൻ തന്നെയാ പ്രജിയും. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെയായിരുന്നു കുട്ടിക്കാലം തൊട്ട്. ബാലൻ പറഞ്ഞു. അവൾ തലയാട്ടി. മോൾ ഇവിടെ ഇരിക്കുക. അയാൾ സോഫ തൊട്ട് കാണിച്ചു. അവൾ പതിയെ അവിടെ ഇരുന്നു. പിന്നെ ചുറ്റുമൊന്ന് നോക്കി. അടുക്കളയിൽ നിന്ന് സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നുണ്ട്. മുറ്റത്ത് കസേരകളും ടേബിളുകളും എല്ലാം അടുക്കി വെക്കുന്ന ചെറുപ്പക്കാരുടെ ബഹളവും. 2 സ്ത്രീകൾ അങ്ങോട്ടേക്ക് വന്നു. ബാല, ഞങ്ങൾ ഇറങ്ങുക. അതിൽ പ്രായം കൂടിയ ഒരു സ്ത്രീ പറഞ്ഞു. നാളെ പോയാ പോരെ ചേച്ചി? ഏയ്, ചെന്നിട്ട് ഒരുപാട് ജോലിയുണ്ട്. 2 ദിവസം നിന്ന് തന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത. ആരോടും ആലോചിക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം മോൻ്റെ കല്യാണം തീരുമാനിച്ചു. അത് നടത്തുകയും ചെയ്തു. സന്തോഷമായല്ലോ. അവരൊന്ന് അർച്ചനയെ നോക്കി. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവരടുത്ത് വന്ന് ടോപ്പിൽ കിടന്ന താലി പുറത്തേക്ക് എടുത്തിട്ടു. സിന്ദൂർ എവിടെയാ കൊച്ചേ? അവർ പരുഷമായ സ്വരത്തിൽ ചോദിച്ചു. അർച്ചനെ ഒന്ന് പരിങ്ങി. കുളിക്കുമ്പോൾ പോയതാവും. ഒരുത്തൻ്റെ ഭാര്യയായിരുന്നത് മറന്നോ? അതോ ഇതൊന്നും വീട്ടുകാർ പറഞ്ഞു തന്നിട്ടില്ലേ? അർച്ചനയ്ക്ക് എന്താണ് ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. നട്ടപ്പാതിരിക്ക് ആ കൊച്ചി സിന്ദൂരം വെച്ചിട്ടുണ്ടോ നോക്കാൻ ആരും വരില്ല രമണി ചേച്ചി. കൗസല്യ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു. അവള് കിച്ചുവിന്റെ ഭാര്യയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ബോർഡ് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചി ഇറങ്ങാൻ നോക്ക്, പുറത്തെല്ലാം മഞ്ഞുണ്ട്. നല്ലത് പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്കിത് കിട്ടണം. അവർ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. പിന്നാലെ മറ്റേ പെണ്ണു. മോളിതൊന്നും കാര്യാക്കണ്ട. ഇങ്ങയുടെ വകയിലൊരു ചേച്ചിയാ. ഇങ്ങോട്ട് വല്ലപ്പോഴേ വരും. വന്ന ആരുടെയെങ്കിലും മെക്കിട്ട് കയറും. ആദ്യമൊക്കെ ഞാൻ മിണ്ടാതിരിക്കും. പിന്നെ പ്രതികരിക്കാൻ തുടങ്ങി. എന്നെ പേടിയാ. കൗസല്യ അവിടെ അടുത്തിരുന്നു. വിശക്കുന്നുണ്ടോ? ഇല്ല. അവൾ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു. വരട്ടാ, വാടസാരങ്ങൾ വണ്ടി കയറ്റിണ്ടേ. ഇത് ഇന്നലെ കൊടുക്കണോ? നാളെ പോരെ? ഒരു ചെറുപ്പക്കാരൻ മുൻവശത്ത് വാതിലെടുത്തതും ചോദിച്ചു. കൊടുക്കണം സുധീഷേ. ആ പുരുഷുവിൻ്റെ കടയിൽ നിന്ന് എടുത്തതാ. അവനിത് നാളെ രാവിലെ വേറെ ഏതോ വീട്ടിലേക്ക് എത്തിക്കണം. ഇപ്പൊ കല്യാണ സീസണല്ലേ. അവന് നേരത്തെ കിട്ടിയ ഓർഡർ അത്. ഇവിടെ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമായിട്ടും എന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവൻ തന്നതാ. അത് കാരണം അവനൊരു ബുദ്ധിമുട്ട് വേണ്ട. നീ അവിടെ ഇറക്കിയേക്ക്. കാശ് നാളെ കൊടുത്തേക്കാം. നിങ്ങൾ പോവാണേ? അത്താഴം കഴിച്ചിട്ട് പോടാ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അവർ കയറിയ വാഹനം കയറ്റി കിടന്നു പോയതോടെ കൗസല്യ വാതിലടച്ചു. കിച്ചോടെ കൗസു. അവൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഇപ്പൊ വരും. ബാലൻ അർച്ചനയുടെ മുഖത്തേക്ക് നോക്കി. അവൾ തലവിന് ചിരിക്കുകയാണ്. മോളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. അവൾ മിണ്ടാതെ മുഖമുയർത്തിയാളെ നോക്കി. ഈ സിനിമയിലെയും കഥകളിലെയും പോലെ വലിയ പണക്കാരുടെ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു വന്നൊരു പെൺകുട്ടി. ഭർത്താവിന് അവളോട് തീരെ താല്പര്യമില്ല. വീട്ടുകാർ ഓരോന്ന് പറഞ്ഞ് കുത്തി മുറിവേൽപ്പിക്കുന്നു, നാണം കെടുത്തുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമോ എന്നൊരു ഭയമുണ്ട് അല്ലേ? അർച്ചന അമ്പരന്നു. സത്യമാണ്. തന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു തേങ്ങയും അല്ല. ബാലനൊന്ന് ചിരിച്ചു. നീ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് കിച്ചുവിൻ്റെ ഹോൾസെയിൽ പച്ചക്കറിക്കട, പിന്നെ ഈ വീട് തിരിക്കുന്ന 20 സ്ഥലവും, കിച്ചുവിൻ്റെ ബൈക്കിൻ്റെ സ്കൂട്ടർ, കടയിലേക്ക് സാധനങ്ങൾ ഇറക്കാൻ വാങ്ങിയ പഴയ ഡെമ്പോവാൻ, ഇതാ ബാലൻ അംബാനിയുടെ മൊത്തം ആസ്തി. പോരാഞ്ഞിട്ട് 4-5 ലക്ഷം രൂപ കടമുണ്ട്. അവൾ അത്ഭുതത്തോടെ കേട്ടിരിക്കുകയാണ്. പിന്നെ ഒത്തുവാക്ക് പറയുന്ന അമ്മായിയമ്മയെ വേണമെങ്കിൽ ഞാൻ വേറെ കെട്ടേണ്ടി വരും. നീ കൗസുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഇവൾ അത്തരക്കാരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവളേക്കാൾ വലിയ നാക്കും നല്ല വിവരക്കേടുണ്ടെന്നേ ഉള്ളൂ. താനീ തങ്കവാ. നിങ്ങളെന്നെ പുകഴ്ത്തുന്നതാണോ അതോ കളിയാക്കുന്നതാണോ മനുഷ്യ? കണ്ടോ, അവളെ താങ്ങിയതാണെങ്കിൽ പോലും അവൾക്ക് സംശയമാണ്. അർച്ചനയ്ക്ക് ചിരി വന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് കുടുംബത്തിയത് ഒരുപാട് കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും ശേഷമാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നൊരു ചിന്ത ഇവിടെ ആർക്കുമില്ല. ഇത് മോളുടെ വീടാ, കിച്ചുവിൻ്റെ അല്ല. നിന്റെ അച്ഛനും അമ്മയാ ഞങ്ങൾ. എന്തു ഏത് സമയത്തും ഞങ്ങളോട് തുറന്നു പറയാം. വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനം ഈ കല്യാണം. അതുകൊണ്ട് പൊരുത്തപ്പെടാൻ നിനക്കും അവനും സമയം വേണ്ടി വരും. വേറെ ചിലത് കൂടി ഞാനും കൃഷ്ണനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ പറയാം. അച്ഛൻ്റെ പേര് കേട്ടതും അവളുടെ മിഴികൾ നിറഞ്ഞു. ബാലനെ ശ്രദ്ധിച്ചു. അയാൾ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾക്ക് നീട്ടി. അച്ഛനോട് സംസാരിക്കുക. അവളത് വാങ്ങി. കൗസല്യ അവൾ അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വാ. അവൾ തലയാട്ടി. പിന്നെ ബെഡിൽ നിന്ന് അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ അച്ഛാ. മോളെ, ഞാൻ നീ വിളിക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു.
സ്നേഹവും പരിഭ്രമവും കലർന്ന സ്വരം. അച്ഛൻ അത്താഴം കഴിച്ചോ? ആ കഴിച്ചു. മോളോ? ഇല്ല, കഴിക്കാൻ പോവാ. ജാനി മോൾ എവിടെയാ? ഉറങ്ങി. കരഞ്ഞിരുന്നോ? ഏയ് ഇല്ല. അത് കള്ളമാണെന്ന് അർച്ചനയ്ക്ക് അറിയാമായിരുന്നു. ഒരു ദിവസം പോലും പിരിഞ്ഞിട്ടില്ലാത്ത താൻ പെട്ടെന്ന് അടുത്തില്ലാതാവുമ്പോൾ സങ്കടപ്പെടാതിരിക്കാനുള്ള പക്വതയൊന്നും അവൾക്കില്ല. ജാനിയുടെ കാര്യോർത്ത് നീ വിഷമിക്കണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അച്ഛൻ പറഞ്ഞെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരെ കൊണ്ടും മോശം പറയിക്കരുത്. ബാലനും കൗസല്യൊക്കെ നല്ലവരാ. അവർ പറയുന്ന എല്ലാം അനുസരിക്കണം. കിഷോറിന് ഇഷ്ടക്കേടൊന്നും വരാൻ നോക്കണം. ജീവിതകാലം മുഴുവൻ നീ താമസിക്കേണ്ടത് അവിടെയാ. അവളൊന്ന് മൂളി. എന്നാ മോള് പോയി അത്താഴം കഴിക്ക്. ഞാനൊന്ന് കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. കുറച്ചു നാളായി ഓട്ടായിരുന്നില്ലേ? കോള് കട്ട് ചെയ്ത് അർച്ചന ഫോൺ ബാലിനോണ്ട് കൊടുത്തു. എന്നിട്ട് അടുക്കളയിലേക്ക് ചെന്നു. മീൻ വറുത്ത് പാത്രത്തിലെടുത്ത് വെക്കുകയാണ്. ചെറുതെങ്കിലും നല്ല വൃത്തിയും വെടുപ്പുമുള്ള അടുക്കള. എന്ത് ജോലി ചെയ്യുമെന്നറിയാതെ അവൾ കൗസല്യെ നോക്കി. എന്താ മോളെ? ഞാനെന്താ ചെയ്യണ്ടേ? അവൾ നേരത്തെ ശബ്ദത്തിൽ ചോദിച്ചു. കഞ്ഞി ഇഷ്ടമാണോ മോൾക്ക്? ആ കരത്തിൽ ചൂട് കഞ്ഞിരിപ്പുണ്ട്. 2 പ്ലേറ്റിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്ക്. അർച്ചന അനുസരിച്ചു. അവൾക്ക് പിന്നാലെ ചെറുപയർക്കറിയും ചമ്മന്തിയും പപ്പടവുമായി കൗസല്യ മേശക്കടുത്ത് വന്നു. ഇരിക്ക്. അവൾ കസേരയിലിരുന്നു. അടുത്ത് കൗസല്യം. കഴിച്ചോ? സാധാരണ രാത്രിയിൽ ചോറോ ചപ്പാത്തിയോ പതിവ്. ഇന്ന് തീരെ വയ്യ. അവരെ വിളിക്കണ്ടേ? ആരെ? അച്ഛനെ? തെല്ലൊരു മടിയോട് അവൾ ചോദിച്ചു. കൗസല്യ ചിരിച്ചു. പുരുഷന്മാർ കഴിച്ചിട്ട് സ്ത്രീകൾ കഴിക്കാൻ പാടുള്ളെന്ന നിയമമൊന്നും ഈ വീട്ടിലില്ല. ബാലേട്ടൻ്റെ അത്താഴ സമയം 10:30 മണിയാ. കിച്ചു പിന്നെ തോന്നുന്ന പോലെയാ. ഇവരെ കാത്തിൽക്കാണെന്ന് എന്നെ കിട്ടില്ല. വിശക്കുമ്പോൾ ഞാൻ കഴിക്കും. പക്ഷെ രാവിലെ ചായ കൂടി ഒന്നിച്ചാ കേട്ടോ. കുറച്ച് ചമ്മന്തി അവിടെ കഞ്ഞിയിലേക്ക് അവർ കോരിയിട്ടു. ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കുടുംബമായി ഇത്. ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായി. ഈ 2 ഭീകരന്മാരെ ഒതുക്കാൻ എനിക്കിപ്പോൾ ഒരു കൂട്ടായല്ലോ. അവർ ചിരിയോടെ കഞ്ഞി കോരി കുടിച്ചു. അപ്പോഴാണ് പ്രജിത്ത് അങ്ങോട്ടേക്ക് വന്ന് നേരെ അടുക്കളയിൽ പോയി ഒരു പ്ലേറ്റിൽ കഞ്ഞിയും എടുത്ത് അവൻ അവരുടെ അടുത്ത് വന്നിരുന്നു. നീ എന്താണ് മകളിൽ ചെയ്യുന്നേ? ഏയ് കുറച്ച് അലങ്കോല പണി ഉണ്ടായിരുന്നു. കഴിഞ്ഞു. വന്നില്ലേ? ഇല്ല, കടയിൽ ലോഡിൻ്റെ എന്തോ കാര്യമെന്ന് ഇപ്പോൾ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. കല്യാണ ദിവസം തന്നെ വേണമായിരുന്നോ? ഞാനത് ചോദിച്ചതാടാ. എന്നുള്ള ദേഷ്യം തീർക്കാൻ അവിടെ ആരെയോ ചീത്ത പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഫോൺ വെച്ചു. കഞ്ഞി പിടിച്ച് യാത്ര പറഞ്ഞ പ്രജിത്ത് പോയി. പാത്രങ്ങൾ കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനും അവൾ കൗസല്യെ സഹായിച്ചു. അയൽക്കാരെക്കുറിച്ച് ഇന്ന് വന്ന ബന്ധുക്കളെക്കുറിച്ചുമെല്ലാം അവർ വാതോരാ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബാലനും കിഷോറിനുമുള്ള ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവച്ച ശേഷം വർക്ക് ഏരിയയുടെ ഗ്രില്ലും വാതിലും അടച്ചു. ഇനി റൂമിലേക്ക് പോയിക്കോ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ആ ജഗിൽ ജീരകവെള്ളം ഇരിപ്പുണ്ട്, അതുകൂടെ എടുത്തു. കിച്ചുവിനെ കിടക്കുന്നതിൻ്റെ അടുത്ത് വെള്ളം നിർബന്ധ. അവൾ ജഗ്ഗുമെടുത്ത് ഹാളിലെത്തി. ബാലൻ സോഫയിൽ ചാരിക്കിടന്ന് ഉറങ്ങുകയാണ്. സ്റ്റെപ്പ് കയറി മുകളിൽ റൂമിൽ കയറിയപ്പോൾ അവൾ അമ്പരുന്നു. ബെഡിൽ നിറയെ മുല്ലപ്പൂക്കൾ വിതറിയിട്ടുണ്ട്. റോസാപ്പൂ വിതകൾ കൊണ്ടൊരു വലിയ ലവ് വരച്ചു വെച്ചിട്ടുണ്ട്. മുറിയിൽ അങ്ങിങ്ങായി പല നിറങ്ങളിലുള്ള തടിച്ച മെഴുകുതിരികൾ പ്രകാശം ചൊരിയുന്നു. നല്ല സുഗന്ധമുള്ള പുകയും. ഇതാണ് പ്രജിത്ത് പറഞ്ഞ അലങ്കോലപ്പണി എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നിലൊരു കാൽ പെരുമാറ്റം കേട്ടപ്പോൾ അവൾ തിരിഞ്ഞു. കിഷോറായിരുന്നു അത്. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. തൊണ്ട വരളും പോലെ തൻ്റെ ഭർത്താവ്. അവനൊന്നും മിണ്ടാതെ മുറിയിൽ കയറി. അവിടുത്തെ കാഴ്ച കണ്ടപ്പോൾ അവളിലുണ്ടായ അതേ ആശ്ചര്യഭാവം അവനും ഉണ്ടായി. ഇതാരാ ചെയ്ത്? പരുഷമായ ശബ്ദത്തിൽ കിഷോർ ചോദിച്ചു. പ്രജിയേട്ടൻ. ആര്? പ്രജിയേട്ടൻ. അവൾ ഒന്നുകൂടി പറഞ്ഞു. കിഷോർ ഫോണെടുത്ത് പ്രജിത്തിനെ വിളിച്ചു. അളിയാ, എങ്ങനെയുണ്ട് ഡിസൈന്? വാവ്, സൂപ്പറായിട്ടുണ്ട്. പാലും കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കലക്കിയേനെ. അയ്യോ, അത് ഞാൻ വിട്ടുപോയി. നീ ഒരു 5 മിനിറ്റ് കാത്തിക്കും, ഇപ്പൊ ശരിയാക്കാം. എടാ കോപ്പേ, ഓവറായി സിനിമകൾ കണ്ട് വട്ടുപിടിച്ചാ നിനക്ക്. രാത്രി തന്തക്കുളി കേൾക്കണ്ടെങ്കിൽ വെച്ചിട്ട് പോ. അളിയാളിയാ വെക്കല്ലേ, ഒന്ന് പറയാൻ മറന്നു. എന്താടാ? ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഒരു തെറി മുഴുമിക്ക് മുമ്പേ പ്രജിത്ത് ഫോൺ കട്ട് ചെയ്തു. കിഷോർ ബെഡിനടുത്ത് നിന്ന് ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് കുടഞ്ഞ് പൂക്കൾ ഫ്ലോറിൽ ചിതറി. വീണ്ടും ഷീറ്റ് വിരിച്ച ശേഷം അവൻ ടവലെടുത്ത് ബാത്റൂമിൽ കയറി. അർച്ചന അവിടെ തന്നെ നിന്നു. 2 കാലും വേദനിക്കുന്നുണ്ട്. രാവിലെ മുതൽ നിൽപ്പം നടത്തുമായിരുന്നല്ലോ. ബെഡിലിരിക്കാൻ അവൾക്ക് പേടി തോന്നി. അയാൾക്കത് ഇഷ്ടമായില്ലെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും സ്വഭാവത്തിന് നേരെ എതിരാണ് ഇയാളെന്ന് തോന്നുന്നു. ആദ്യത്തെ ദിവസം തന്നെ വഴക്ക് കേൾക്കേണ്ടി വരുമോ ദൈവമേ. അവൾ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരികളെല്ലാം കെടുത്തി റൂമിലെ ലൈറ്റ് ഇട്ടു. പിന്നെ ജനലിന്റെ പടിയിലേക്ക് ചാരി നിന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കിഷോർ പുറത്തിറങ്ങി. അരയിൽ ചുറ്റിയ ടവൽ മാത്രമാണ് വേഷം. അർത്ഥനഗ്നമായ ശരീരം കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ അവളെ നോക്കുപോലും ചെയ്യാതെ ഷോർട്സും ടീഷർട്ടും ധരിച്ച് കട്ടിൽ കയറി കിടന്നു. അർച്ചന അതേ നിൽപ്പിലാണ്. നല്ല ക്ഷീണമുണ്ട്. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ബെഡിൽ കിടന്ന അയാൾ ചവിട്ടി താഴെയിടും. എന്തൊരു മനുഷ്യനായത്. താലി കെട്ടിയ പെണ്ണിനോട് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഭക്ഷണം കഴിച്ചോ എന്തെങ്കിലും ചോദിച്ചൂടെ? ഇനി അതുമല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും തലയിണയും തന്ന് നിലത്ത് കിടക്കണേന്ന് പറയാലോ. അവൾക്ക് സങ്കടം വന്നു.
റൂമിന് വെളിയിൽ ഒരു സെറ്റിയുണ്ട്. അവിടെ പോയി കിടന്നാറോ ആലോചിക്കുമ്പോഴേക്കും കിഷോർ തലയുയർത്തി അവളെ നോക്കി. തനിക്ക് ഉറങ്ങണ്ടേ? അവൾ തലയാട്ടി. ഇനി വന്ന് കിടക്കാൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്യണോ? ഡോർ അടച്ച് ലൈറ്റ് ഓഫ് ആയി കിടന്നുറങ്ങാൻ നോക്ക്. അർച്ചന പെട്ടെന്ന് തന്നെ വാതിലടച്ചു. ലൈറ്റ് അണച്ച് കട്ടിലിന്റെ മറുവശത്ത് ഓരം ചേർന്ന് കിടന്നു. താഴെ നിന്ന് ടിവിയുടെ ശബ്ദം അവ്യക്തമായി കേൾക്കാം. തന്റെ തൊട്ടടുത്തൊരു പുരുഷൻ. അവളുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കിഷോർ സംസാരിച്ചു തുടങ്ങി. അവൾ അവനെ നേരെ തിരിഞ്ഞു. വെളിച്ചമില്ലാത്തതിനാൽ അവന്റെ മുഖഭാവം വ്യക്തമല്ല. എന്താ? എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു 6 വർഷത്തോളം. അവളെപ്പോലെ പെണ്ണിനെ കിട്ടാനുള്ള യോഗ എനിക്കില്ലാതെ പോയി. കുറേ നാൾ അതിൻ്റെ ഷോക്കിലായിരുന്നു. എന്നെ മാറ്റിയെടുക്കാനാണ് വീട്ടുകാർ പെണ്ണിടിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറിയെങ്കിലും അവരെ വേദനിപ്പിച്ച ശീലമില്ലാത്തതുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെയാ അച്ഛൻ്റെ പഴയ കൂട്ടുകാരൻ്റെ മകളായി നിന്നെ വിവാഹം കഴിച്ച്. ചുരുക്കി പറഞ്ഞാൽ അവളെ മറക്കാൻ അവളുടെ സ്ഥാനത്ത് വേറെ പെണ്ണിനെ കാണാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി കഴിയുമോ എന്നുകൂടി എനിക്കറിയില്ല. അവനെ നെടിവേർപ്പെട്ടു. വഞ്ചിച്ചു എന്ന് കരുതണ്ട. നിന്റെ അച്ഛനോട് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അങ്ങനെ സമ്മതിച്ച്. അർച്ചനയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. തന്നെ കെട്ടാൻ പോകുന്നവനൊരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞതാണ്. പക്ഷേ അത് ഇത്രത്തോളം ആഴത്തിൽ പതിഞ്ഞതാണെന്ന് അറിഞ്ഞിരുന്നില്ല. നീ വീട്ടുകാർക്ക് വേണ്ടിയാണ് നിന്നെ സമ്മതിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്നോട് സംസാരിക്കണത് പോലും നീ ആവശ്യപ്പെട്ടിട്ടില്ല. എന്ന് നിന്റെ മുഖത്തൊരു തരി സന്തോഷം പോലും ഉണ്ടായിരുന്നില്ല. മുറിയിൽ നിശബ്ദത. കുറച്ച് സമയത്തിന് ശേഷം കിഷോർ അവിടെ നേരെ തിരിഞ്ഞിടന്നു. ഒന്നും പറയാനില്ലേ? ഇല്ല. അതെന്താ? കിഷോറേട്ടൻ അങ്ങനെ വിളിക്കാലോ അല്ലേ? വിളിച്ചോ. കിഷോറേട്ടൻ പറഞ്ഞൊക്കെ സത്യ. നിങ്ങളെന്നെ പറ്റിച്ചിട്ടില്ല. ഞാനെല്ലാം അറിഞ്ഞ് സമ്മതിച്ചു തന്നെയാ. എൻ്റെ അച്ഛന് വേണ്ടി. പിന്നെ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ പറയുന്ന എന്തായാലും ഞാൻ അനുസരിക്കും. പതിഞ്ഞതെങ്കിലും ഉറച്ച സ്വരത്തിൽ അവൾ പറഞ്ഞു. വളരെ സന്തോഷം. നിനക്ക് ഈ വീട്ടിലൊരു കുറവും വരില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം. അതിനൊപ്പം ഒരു ബന്ധം ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പും തരാൻ എനിക്ക് പറ്റില്ല. വേണ്ട കിഷോറേട്ടാ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അവളുടെ മറുപടി പെട്ടെന്നായിരുന്നു. പിന്നെ സംസാരമൊന്നും ഉണ്ടായില്ല. ഒരേ കട്ടിലിന്റെ 2 വശങ്ങൾ അവർ ചെരിഞ്ഞു കിടന്നു. പുറത്തേക്ക് ഒഴുകാൻ ശ്രമിച്ച കരച്ചിലിനെ അവൾ ശാസിച്ച് അടക്കി നിർത്തി. എന്തിനെ കരയണം? കഴുത്തിലൊരു താലിയുണ്ട്. കൗസ്തുഭത്തിലെ ബാലന്റെ മകന്റെ ഭാര്യ എന്നൊരു അടയാളവുമുണ്ട്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നെങ്കിലല്ലേ വിഷമം തോന്നുന്നു. ഇല്ല, ഇയാളെങ്ങനെ പെരുമാറിയാലും തനിക്കൊരു ചുക്കുമില്ല. അവൾ മനസ്സിൽ പറഞ്ഞു. കരച്ചിൽ തൊണ്ടയിൽ വെച്ച് അപ്രത്യക്ഷമായെങ്കിലും അനുവാദം കൂടാതെ കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു, ഇടതടവില്ലാതെ. അടുക്കളയുടെ പുറത്ത് തെങ്ങളിൽ വലിച്ചു കിട്ടിയ പ്ലാസ്റ്റിക് കയറിലേക്ക് കഴുകിയ വസ്ത്രങ്ങൾ വിരിച്ചിടുകയായിരുന്നു അർച്ചന. കിണറിന്റെ അടുത്ത് മതിലിനോട് ചേർന്നാണ് അൽക്കുകല്ല്. പറമ്പിൽ ഒരുപാട് മരങ്ങളുണ്ട്. ശാന്തമായ അന്തരീക്ഷം, തണുത്ത കാറ്റ്. അവൾക്ക് മനസ്സിനൊരു കുളിർമ തോന്നി. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് കിഷോർ എങ്ങോട്ടേക്കോ പോയി. ഒന്നും സംസാരിച്ചിട്ടില്ല. അത് പ്രതീക്ഷിക്കുന്നുമില്ല. കഴിഞ്ഞ മോളെ? കൗശലി വിളിച്ചു ചോദിച്ചു. 2 ഷർട്ട് കൂടി ഉണ്ടമ്മ. അതവിടെ വെച്ചിട്ട് നീങ്ങുവാ, വിരുന്നുകാരുണ്ട്. അവര് പറയുന്ന കേട്ട് ഡ്രസ്സുകൾ ബക്കറ്റിൽ തന്നെ വെച്ച് കൈ കഴുകി അവൾ അങ്ങോട്ട് ചെന്നു. വാ, ഒരാളെ പരിചയപ്പെടുത്താം. കൗസല്യ അവളെ ചേർത്ത് പിടിച്ച് ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെ സോഫയിൽ ബാലന്റെ തൊട്ടടുത്തൊരു യുവതി ഇരിപ്പുണ്ട്, സുന്ദരി. തോളൊപ്പം കട്ട് ചെയ്ത സ്വർണ്ണവർണ്ണമാർന്ന മുടി ഇടത് കൈ കൊണ്ട് കോതിയൊതുക്കി അവൾ അർച്ചനയെ നോക്കി. വെള്ള ടോപ്പ്, നീല ജീൻസുമാണ് വേഷം. ഇതാണ് കക്ഷി, ഇനി കണ്ടില്ലെന്ന് പറയരുത്. കൗസല്യ അർച്ചനയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ആ യുവതി പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവളുടെ അടുത്തെത്തി. ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരി തന്നെ. എന്റെ സെലക്ഷൻ തെറ്റുപോടി? ബാലൻ ചോദിച്ചു. ഇല്ലെന്നറിയാം, അതുപോട്ടെ, എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. പേര് ശ്വേത, കിഷോറിന്റെ ഫ്രണ്ടാ. അർച്ചന അവളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ഇയാളെന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ? ഫ്രണ്ടാണെങ്കിൽ എന്താ മാരേജിന് കാണാത്തതെന്നല്ലേ? അവൾ തലയാട്ടി. അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. പിന്നെ കല്യാണം ഒരു ചടങ്ങ് മാത്രമല്ലേ, നമുക്കിനിയൊന്നും കാണാമല്ലോ. ശ്വേത അർച്ചനയെ പിടിച്ച് സോഫയിലിരുത്തി. അവളും അടുത്തിരുന്നു. നിങ്ങളുടെ വീടിന്റെ പുറകിലെ വയലില്ലേ, അതിന്റെ അപ്പുറമാണ് എൻ്റെ വീട്. കുട്ടിക്കാലം തൊട്ട് ഞാൻ ഈ മുറ്റത്താ കളിച്ചു വളർന്ന്. അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ? കൗസല്യ ചിരിച്ചു. ഇവള് പ്രജീക്കിച്ചു. 3 കൂടി ഇവിടെ തലകീഴായി മറിച്ചിടും. എല്ലാ ദിവസവും ഇവള് കരഞ്ഞുകൊണ്ടായിരിക്കും തിരിച്ചു പോകുന്നത്. പക്ഷേ പിറ്റേന്ന് രാവിലെ ഇവിടെ ഹാജരാവും. പഴയ ഓർമ്മകളിലേക്ക് അവരൊരു നിമിഷം സഞ്ചരിച്ചു. അർച്ചന കേട്ടിരുന്നതേ ഉള്ളൂ. കൊച്ചു നിക്കറൂട്ടുകൊണ്ട് ഓടിക്കളിച്ച പെണ്ണ ഇപ്പൊ മുതുക്കിയായി. അയ്യേ, കൗസിന് മാത്രമേ മാറ്റമില്ല അല്ലേ അച്ഛാ? ശ്വേത ചുണ്ടുകൾ കൂർപ്പിച്ച് അവരെ കപട ദേഷ്യത്തോടെ നോക്കി. അർച്ചന വാ, നമുക്ക് റൂമിലേക്ക് പോവാം. എനിക്കൊന്ന് കുളിക്കണം. ഇവിടെ ഇരുന്ന് അടിയാവും. അവൾ എഴുന്നേറ്റ് ബാഗ് കൊടുത്ത് സ്റ്റെപ്പ് കയറി. പിന്നാലെ അർച്ചനയും. എന്നെക്കുറിച്ച് കിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? ബാഗ് കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ശ്വേത ചോദിച്ചു. ഇല്ല. ദുഷ്ടൻ, ചങ്കാണെന്നാ പറച്ചില്. അതിന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അർച്ചനയുടെ നാവ് ചതിച്ചു. ഒരു നിമിഷം അവൾ നോക്കിയതിനു ശേഷം ശ്വേത പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബാഗ് തുറന്നിട്ട് ടവലെടുത്ത് ചുമലിട്ട് അവൾ ചെയറിലിരുന്നു. ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? യെസ്, ചെന്നൈയിലൊരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ഞാൻ അവിടെ തന്നെയാണ് താമസം. തനിച്ചോ? അവളുടെ കുടുംബത്തെക്കുറിച്ച് അറിയാനാണ് അങ്ങനെ ചോദിച്ചത്.
ആണെന്നും അല്ലെന്നും പറയാം. ഒരു ഫ്ലാറ്റിൽ ഞാൻ തനിച്ച്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും. അമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലോ, എന്തു പറ്റിയതാ? തെന്നി വീണതാ, ബോധം പോയി. ഞാൻ നിങ്ങളുടെ മാരേജിന് വരാൻ റെഡിയാവുകയായിരുന്നു. അപ്പോഴാ സംഭവം. പിന്നെ അതിൻ്റെ പുറകെയായി. ഇപ്പോൾ കുഴപ്പമില്ല, അതാ ഞാനിങ്ങോട്ട് ചാടിയത്. ഇവിടുത്തെ വീട്ടിൽ ഇപ്പോൾ ആരാ താമസം? അടച്ചിട്ടിരിക്കുക. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയെ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയി, കൂടെ എന്നെ. ചേച്ചിയും ഭർത്താവ് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ആ നാട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഷോപ്പ് തുടങ്ങി. ഇപ്പം തട്ടിമുട്ടി കഴിഞ്ഞു വിടുന്നു. ഇനി കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവും. എൻ്റെ വീടൊന്ന് ക്ലീൻ ചെയ്യണം. അതുവരെ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന വിരോധമുണ്ടോ? ഹേയ്, എനിക്കെന്ത് വിരോധം? അർച്ചന പുഞ്ചരിച്ചു. ചേച്ചി കുളിക്ക്, ഞാൻ താഴേക്ക് പോവാം, കുറച്ച് ജോലിയുണ്ടേ. ഓക്കെ ഡിയർ, ഞാനും പെട്ടെന്ന് വരാം, വിശക്കുന്നു. കിഷോർ അങ്ങോട്ടേക്ക് കയറി വന്നു. അവനെ കണ്ടതും ശ്വേത ആഹ്ലാദത്തോടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. നീ വന്നിട്ട് കുറേ നേരം അടി? കുറച്ച്. നീ എവിടെ പോയതാടാ? പ്രജിയുടെ കൂടെ ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. തനിക്കിവിടെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി അർച്ചന തിരിഞ്ഞടന്നു. താഴെ എത്തിയപ്പോൾ അടുക്കളയിൽ കൗസല്യ തിരക്കിട്ട പണിയിലായിരുന്നു. പ്ലാസ്റ്റിക് ബാഗുകളിൽ ചിക്കനും പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കൂട്ടുകാരി വന്ന വകയിൽ കിഷോർ വാങ്ങിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. മോളെ, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാൽ മതി, ശ്വേതക്ക് അതാ ഇഷ്ടം. അവൾ തലയാട്ടി. ഓരോന്നും സംസാരിച്ചുകൊണ്ട് അവർ ജോലികൾ തുടർന്നു. കിഷോറിന്റെ അവഗണന ചോദിച്ചാൽ ആ വീട് അവൾക്ക് സ്വർഗമായിരുന്നു. കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ട മാതൃവാത്സല്യം കൗസല്യ ആവോളം നൽകി. സ്വന്തം അച്ഛനെ വിട്ടു നിൽക്കുന്നുള്ള വിഷമം അറിയിക്കാതിരിക്കാൻ ബാലനും ശ്രദ്ധിക്കുന്നുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും പ്രജിത്തും വരും. അച്ഛനെയും ജാനകിയെയും വിളിക്കാൻ പുതിയ ഫോൺ വാങ്ങി നൽകിയ ബാലനാണ്. രാത്രി ഒരേ മുറിയിൽ അപരിചിതരെ പോലെ കഴിയുന്ന മറ്റാർക്കും അറിയില്ലല്ലോ. പക്ഷെ അത് അവൾക്കും പ്രശ്നമായി തോന്നിയില്ല. ബാൽക്കണിയിൽ നിന്ന് കടയിലെ കണക്കുകൾ നോക്കിയായിരുന്നു കിഷോർ. കുളി കഴിഞ്ഞ് ശ്വേത അവൻ്റെ അടുത്ത് ചെന്നിരുന്നു. നിന്റെ അടുത്ത വീടുണ്ടോ? കുറച്ച് ദിവസം ഈ നാട്ടിൽ, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പുണ്ട്, അതൊക്കെ തന്നെ. അവൾ പിന്നോട്ട് ചാരിയിരുന്നുകൊണ്ട് പറഞ്ഞു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി, കുടുംബജീവിതം അല്ലേ? അതെ. ഒറ്റതുണിയായിട്ട് ഇങ്ങനെ എത്ര നാൾ കഴിയും? ഒരാണിൻ്റെ തുണ അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ആരെങ്കിലും സ്വീകരിച്ചോളാം. എന്നെ പെണ്ണെട്ടിക്കാൻ ഇതൊന്നായിരുന്നില്ലല്ലോ തിരക്ക്. അച്ഛനും അമ്മയും വാശി പിടിച്ചപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം നീയും പ്രജി അവരെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എന്താണ് കുഴപ്പം? ദേവത പോലെ പെണ്ണിനെ ഭാര്യയായിട്ട് നിനക്ക് കിട്ടിയില്ലേ? കിഷോർ ഒന്നും മിണ്ടാതെ മുമ്പിലെ നോട്ട് ബുക്കിൽ കുത്തിവരച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, അമ്മയെ വേദനിപ്പിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ വയ്യെന്ന് പറഞ്ഞ് വേറെ വിവാഹം കഴിച്ച് ഒരുത്തി ഓർത്ത് നീ ഒരുക്കുന്ന കണ്ടിട്ടാ എല്ലാവരും ഇതിനെ നിർബന്ധിച്ച്. ഞാനങ്ങനെയല്ല, എനിക്കെവിടും തേപ്പ് കിട്ടിയിട്ടില്ല. കള്ളു കുടിച്ച് കുടുംബം നോക്കാൻ നടക്കുന്ന അച്ഛനെ ആശ്രയിക്കാതെ അസുഖക്കാരെ അമ്മയെ ചികിത്സിക്കാനും എന്നേക്കാൾ പഠിക്കാൻ പഠിക്കാതെ ചേച്ചിയെ പഠിപ്പിക്കാനും കോളേജ് പാതി വഴി ഉപേക്ഷിച്ച് ജോലിക്ക് പോയോളാം ഞാൻ. അങ്ങനെ പ്രണയിക്കപ്പെടാനും കല്യാണം കഴിക്കാനും കൊതിക്കുന്ന നല്ല പ്രായം നശിച്ചു. ഇപ്പോൾ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞപ്പോൾ ആ താല്പര്യം തീരെയില്ല. അവളൊന്ന് നിർത്തിക്കൊണ്ട് അവനെ നോക്കി. പക്ഷേ നീ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടി? അർച്ചനയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. മനസ്സിലിപ്പോഴും സ്ത്രീകളെ അല്ലേ എന്നാ അവള് പറഞ്ഞോ? ശ്വേത പരിഹാസത്തോടെ ചിരിച്ചു. അതിൻ്റെ ആവശ്യമുണ്ടോടാ? നിന്നെ എനിക്കറിയാലോ. നിനക്കൊരു പുല്ലും അറിയില്ല. കിഷോർ ദേഷ്യം വന്നു. ഞാൻ അവൾ ഒരു തരത്തിലും ശല്യം ചെയ്യുന്നില്ല, ഉപേക്ഷിക്കുകയില്ല. ഇഷ്ടമില്ലാതെയാണെങ്കിൽ അമ്പലങ്ങളിൽ വെച്ച് താലി കിട്ടിയതാ, അത് കുട്ടികളിയല്ല. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. നീ അർച്ചനയോട് എന്താ പറഞ്ഞ്? സ്ത്രീകളെ മറക്കാൻ പറ്റുന്നില്ല, മറന്നതിന് ശേഷം ദാമ്പത്യ ജീവിതം തുടങ്ങാമെന്നോ? നിന്റെ സ്ഥാനത്ത് അവളാണിങ്ങനെ പറഞ്ഞെങ്കിലോ? എനിക്കൊരു കാമുകനുണ്ടായിരുന്നു, അവന് മറക്കുന്നവരെ നീ കാത്തിരിക്കുന്ന അവൾ നിന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എന്താടാ തോന്നുക? ഞാനാരെയും വഞ്ചിച്ചിട്ടൊന്നുമില്ല. വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയായിരുന്നില്ലേ? ശരി, സ്ത്രീകൾ ഇനി നിന്റെ ലൈഫിലില്ലെന്ന സത്യം അംഗീകരിക്കാൻ നിനക്ക് എത്ര കാലം വേണ്ടിവരും? അറിയില്ല, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, ഒന്ന് മാത്രമേ ഞാൻ പറയാം. സ്ത്രീകൾ അവളുടെ വീട്ടുകാർക്ക് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചു. നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി പെണ്ണ് കെട്ടി. അർച്ചനയും അതുപോലെ തന്നെയാണ്. അവളുടെ അച്ഛന് വേണ്ടി ഇതിനെ സമ്മതിച്ചു. ആദ്യമൊക്കെ വെറുപ്പ് കാണിച്ച് അവസാനം സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഭർത്താക്കന്മാരെ പറ്റിയുള്ള കഥകൾ വായിക്കാനും ആ തീമുള്ള സിനിമകൾ കാണാനും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ജീവിതം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നാളെ രാവിലെ ആരൊക്കെ ഉണരുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ആ കൊച്ചിനെ വേദനിപ്പിക്കരുത്. ശ്വേത എഴുന്നേറ്റ് താഴേക്ക് നടന്നു. ഉച്ചയാകുമ്പോഴേക്കും പ്രജിത്ത് അവിടെ എത്തി. പിന്നെ ഉത്സവമേളമായിരുന്നു. അവരുടെ സൗഹൃദം അത്രയ്ക്ക് ആഴമേറിയതാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. കിഷോറിനൊരു ഫ്രണ്ടുണ്ടെന്ന് അമ്മ കുറച്ചാൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും അവൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഈ പെണ്ണിനോടാണോ മണിക്കൂറുകളോളം തന്നെ കെട്ടിയവൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കാറുള്ളത്? അവൾക്ക് ശരിക്കും അസൂയ തോന്നി. വയസ്സ് ഇത്രയായിട്ടും കുട്ടികളെ പോലെ അവർ പെരുമാറുന്ന കണ്ടപ്പോൾ തനിക്കൊരു നല്ല സുഹൃത്തില്ലല്ലോ എന്നതിൽ ആദ്യമായി അവൾ സങ്കടപ്പെട്ടു. കിഷോറിനെ കാണുമ്പോഴാണ് അത്ഭുതം. തന്നോട് മിണ്ടാൻ പോലും മടിക്കുന്നയാളാ. ഇവിടെ തലയും കുത്തി ചിരിക്കുന്നു, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നു. നിരാശാകാമുവിൻ്റെ വേഷം തൻ്റെ മുമ്പിലേ ഉള്ളൂ. ശ്വേത അവളുടെ ചുമലിൽ ചാരി കിടക്കുകയാണ്. അവളുടെ കാലുകൾ പ്രജിത്തിൻ്റെ മടിയിലും. ബാല്യത്തിലെ രസകരമായ സംഭവങ്ങളും ചെന്നൈയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. ശ്വേതാർച്ചനയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയി. പാടവരമ്പിലൂടെ 5 മിനിറ്റ് നടന്നാൽ നേരെ കയറി ചെല്ലുന്നത് അവളുടെ വീട്ടുമുറ്റത്താണ്. എങ്ങും കാട് പിടിച്ച് കിടക്കുന്നു. ഓടിയിട്ടൊരു പഴയ മോഡൽ വീട്. നാളെ വൃത്തിയാക്കാൻ ആൾ വരും. ഇവിടെയാണ് ചേച്ചി താമസിക്കാൻ പോകുന്നത്? എന്താ കുഴപ്പം? അയ്യോ, ഒറ്റയ്ക്ക്? എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ശ്വേതയ്ക്ക് ചിരി വന്നു. അതൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അങ്ങനെയല്ല. ഈ പ്രായത്തിൽ എനിക്ക് തനിച്ച് പലയിടങ്ങളും താമസിക്കേണ്ടി വന്നിട്ടുണ്ട്.
അതും ഒരു പരിചയമില്ലാത്തിടങ്ങളിൽ വരെ. ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു, ഇപ്പം മാറി. പോരാത്തിന് ഇത് നിന്റെ നാടല്ലേ, ധൈര്യം കൂടും. നിങ്ങൾ മൂന്നും വലിയ കൂട്ടാണല്ലേ? അതേലോ, എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറയും. നിന്നെ കെട്ടുന്നതിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അത് നിന്നോട് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല കേട്ടോ, എല്ലാം നിനക്കറിയാലോ. അർച്ചനയുടെ മുഖത്ത് വിഷാദം നിറഞ്ഞു. അറിയാം ചേച്ചി, എനിക്കതിലൊന്നൊരു പരാതിയുമില്ല, കുറ്റബോധം മാത്രമേ ഉള്ളൂ. എന്തിന്? എനിക്ക് പകരം സ്നേഹിച്ച പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ കിഷോറേട്ടൻ സന്തോഷിച്ചേനെ. ഇതിപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ച പോലെ ആയില്ലേ? ശ്വേത അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവനെ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയാം. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാനൊന്നും അവന് കഴിയില്ല. 6 വർഷം പ്രണയിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഒടുവിൽ തനിച്ചാക്കപ്പെട്ടു പോകാൻ തകർന്നുപോയി. അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചതാണ്. അപ്പോഴും അവനൊരൊറ്റ കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ, കെട്ടാൻ പോകുന്ന പെണ്ണെല്ലാം അറിഞ്ഞിരിക്കണമെന്ന്. അതുകൊണ്ട് ആദ്യമേ നിന്റെ അച്ഛനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചോ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. അവൾ അർച്ചനയെ കുറച്ചുകൂടി ചേർത്ത് നിർത്തി. എല്ലാം ശരിയാവിടോ, അത്ര സീരിയസ് ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്കിടയിലില്ലല്ലോ. കുറച്ച് ദിവസം ഒരുമിച്ച് താമസിക്കുമ്പോൾ രണ്ടാളും അടുത്തോളൂ. നിനക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് മനസ്സിനൊരു മരവിപ്പ് പോലെ. ഇപ്പം ഞാനുണ്ട്, എന്തും ഏത് സമയത്തിനോട് തുറന്നു പറഞ്ഞു. അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് ശ്വേത അമ്പരന്നു. എന്തു പറ്റി അച്ചു? അവൾ തെല്ല് പരിഭ്രമത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അർച്ചന പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. നമുക്ക് പോവാം, സന്ധ്യാവാറായി. ശ്വേത തലയാട്ടി. അർച്ചനയുടെ മനസ്സിലെന്തോ വേദനയുണ്ടെന്ന് അവൾക്ക് തോന്നി. കിഷോർ കാട്ടുന്ന അകൽച്ച മാത്രമല്ല അതിന് കാരണം, വേറെ എന്തോ. പതിയാതെ ചോദിച്ചറിയണം എന്നുറപ്പിച്ച് ശ്വേത അവിടെ കൂടെ തിരിച്ചു നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.